PS സുനിൽ, ഈ തെരഞ്ഞെടുപ്പിലെ പലതരം അടിയൊഴുക്കുകൾ നമ്മൾ കണ്ടു, പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടു, അവിടെ ജൻസ്വരാജ് പാർട്ടിയുടെ സാന്നിധ്യം നമ്മൾ അറിഞ്ഞു. ഒപ്പം അസദുദ്ദീൻ ഒവൈസി സീമാഞ്ചൽ മേഖലയിൽ വീണ്ടും ഇക്കുറിയും സ്പോയിലറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട സ്പോയിലറുകൾ എന്തായിരിക്കും? അടിയൊഴുക്കുകളെ നിശ്ചയിക്കുന്ന സ്പോയിലേഴ്സ് ഏതായിരിക്കും PS സുനിൽ? അത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രശാന്ത് കിഷോർ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോയിലറാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ 4% വോട്ട് പിടിക്കും എന്ന് പറഞ്ഞാൽ 4% വോട്ട് വേണ്ട, 2% വോട്ട് പിടിച്ചാൽ പോലും ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങൾ മാറാം. അതുപോലെ തന്നെ അസദുദ്ദീൻ ഒവൈസി ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന് അധികാരത്തിൽ വരാൻ ഉള്ള ഒരു സാധ്യത കളഞ്ഞു കുളിച്ച ഒരു നേതാവാണ് അസദുദ്ദീൻ ഒവൈസി. ഇത്തവണയും അസദുദ്ദീൻ ഒവൈസി ഏതാണ്ട് 10-20-25 സീറ്റുകളിൽ മത്സരിക്കുകയാണ്. അപ്പോൾ ഈ സീമാഞ്ചൽ മേഖലയിൽ, പ്രത്യേകിച്ച് കിഷൻഗഞ്ച്, പൂർണിയ, ഈ മേഖലയിലൊക്കെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ നിർണായകമാണ്. പശ്ചിമ ബംഗാളിനോട് അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് ഈ മേഖലയിലൊക്കെ തന്നെ ഉള്ളത്. അവിടെ സ്വാഭാവികമായും അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി വോട്ട് കട്ട് ചെയ്താൽ അത് മഹാസഖ്യത്തിന് തിരിച്ചടിയാണ്. ഈ രണ്ട് ഫാക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, യുവാക്കളുടെ വലിയ എതിർപ്പ് നിതീഷ് കുമാറിനെതിരെ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അഗ്നിവീർ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട് BJPക്കെതിരെ. ഒപ്പം തന്നെ ഈ തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ തൊഴിലില്ലായ്മ ഉയർത്തിയാണ് ജൻസ്വരാജ് പാർട്ടി, പ്രശാന്ത് കിഷോർ ബീഹാറിൽ ആകെ പ്രചരണം നടത്തിയത്. അപ്പോൾ യുവാക്കളുടെ വോട്ടിൽ ഒരു 2-3% ഈ ജൻസ്വരാജ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊരു ഫാക്ടറാവും BJPയുടെ NDAയുടെ വിജയത്തിന് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ, കാരണം ഈ മഹാസഖ്യത്തിന്റെ അല്ലെങ്കിൽ RJDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യാദവ് മുസ്ലിം വോട്ടുകളാണ്. അപ്പോൾ മുസ്ലിം വോട്ടുകളിൽ ഒരു ചെറിയ കുറവുണ്ടാകുന്നത് പോലും തീർച്ചയായും ചില സീറ്റുകളിലെങ്കിലും അത് RJDക്ക് തിരിച്ചടിയാണ്. അപ്പോൾ അത് ഈ രണ്ട് ഫാക്ടർ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതായാലും ഇത്തവണ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചത്, വോട്ടിംഗ് ശതമാനത്തിൽ വലിയ തോതിൽ വർധനവുണ്ടായത്, ഇതൊക്കെ തന്നെ ബീഹാറിലെ ഒരു പുതിയ കാഴ്ചയാണ്. കാരണം 10% വർധന, 2,51,00,000 സ്ത്രീകളാണ് ഇത്തവണ ബീഹാറിൽ വോട്ട് ചെയ്തത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇത്തവണ ബീഹാറിൽ സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വോട്ടിംഗ് ശതമാനത്തിലുള്ള ഒരു വർധനവായിരുന്നു. ഞാൻ നേരത്തെ പറയായിരുന്നു, ബീഹാറിന്റെ ചരിത്രത്തിൽ എന്നൊക്കെ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ടോ അന്നൊക്കെ ബീഹാറിൽ രാഷ്ട്രീയം മാറിയിട്ടുണ്ട്.